സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നീ സിനിമ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, പിന്നെ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് പറയാനുള്ളത്. അതായത് ഫിലിം റിവ്യൂ ചെയ്യാന്നുള്ളത് സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് മറ്റൊരു മേഖലയാണ്. അപ്പം ഞാനത് പറയുന്നതിന് ഞാൻ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞതിലെ കാര്യമുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞ സമയത്ത് അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആക്ച്വലി ശരിക്കും അതിനകത്തൊരു അത് ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് അല്ലേ. കാരണം ഇപ്പൊ മെസ്സിയെ കോച്ച് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ഫുട്ബോൾ കളിച്ച് പരിശീലിച്ച് ഫുട്ബോൾ ആളായിരിക്കാം കോച്ച് ചെയ്യുന്നത്. അല്ല, ലോകത്തുള്ള എല്ലാ കോച്ചസും ഫുട്ബോൾ കളിച്ച് വലിയ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അല്ല, ഫുട്ബോൾ ടീമിലുള്ളവരും പ്രാദേശിക ലെവലിലും കളിച്ചവരാണ് കോച്ചാവും. അതെ അതെ, ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഒരു അത് എന്താ പറയാ, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ അപ്പം അല്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിയുമ്പോൾ അശ്വന്ത് സിനിമ എടുത്തിട്ടുള്ള നോക്കുവാണെങ്കിൽ കൗണ്ടർ ചെയ്യാൻ ചോദിക്കാൻ പറ്റും. അതെ അതെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് പറഞ്ഞ ടങ് സ്ലിപ്പ് അത് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയാലും ചോദിക്കില്ല, അപ്പം ഞാൻ പറഞ്ഞതാ. ഈ ചോദ്യം കേട്ടും അടുത്തില്ല. ഇപ്പൊ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും കേൾക്കുന്ന സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ വരുമ്പോൾ കേൾക്കുന്നതാണ് ഒന്നുകിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നൊരു വാക്ക് ആൾക്കാർ പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് റിവ്യൂ പറഞ്ഞിട്ട് എന്ത് നേടാനാണ് ഇവർക്ക് ഇങ്ങനെ. ഈ രണ്ടിലാണ് ഇന്നും അന്നും എന്നും ഒരു മോശം സിനിമ എന്ന് സോക്കോളിലൊരു മെജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒന്നുകിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് മനഃപൂർവ്വം പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ക്ലീഷേ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പിന്നെ സിനിമയ്ക്ക് മോശം അഭിപ്രായം വരുന്ന സമയത്ത് ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നു. പിന്നെ അതിന് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു, മറ്റേ റിവ്യൂവേഴ്സ് മനഃപൂർവ്വം എന്താണ് മനഃപൂർവ്വം ടാർഗറ്റ് അത് അവര് ഒരു ഡിഫൻസ് മെക്കാനിസം. അവര് നമ്മൾ പറയില്ല, എല്ലാവരുടെ തന്നെ നടപടിക്കാർ പറയുന്നുണ്ട്, പേനയെ കുറ്റം പറയാ, കോടാലിയെ കുറ്റം പറയുന്നത്. അപ്പോൾ അതുപോലെ അവർക്കാരെങ്കിലും അത് വേറെ ആരെങ്കിലും മേലെ അത് അടിച്ചേൽപ്പിച്ചിട്ടില്ലേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ല സ്വയം ഇല്ല, ചില അപൂർവം ചില ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും, അത് ചെയ്തിട്ട് അത് വിചാരിച്ച പോലെ വന്നില്ല, അടുത്ത് നന്നാക്കാം എന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ പറയും. അല്ലാത്ത ആളുകൾ അവർ ബ്ലെയിം ചെയ്യും, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും. ഈ ഇപ്പം സ്ഥിരമായിട്ട് അശ്വന്ത് ഗോക്കിനെ ഇപ്പം നമ്മൾ വെറുതെ അശ്വന്ത് ഗോക്കിനെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ വരുന്ന ഒരുപാട് ഷോർട്സിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെല്ലുവിളിക്കുകയും ഒരുപാട് പേര് ഇപ്പം ചെറുതുമായിട്ടുള്ള വലിയ ആൾക്കാർ ഉൾപ്പെടെയുള്ള പല തലങ്ങളിൽ നിൽക്കുന്ന നടന്മാർ അശ്വന്ത് ഗോക്കിന്റെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിക്കുക, ശരിക്കും പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ഇപ്പറേ ഒരു ഇൻഡസ്ട്രി മുഴുവനും അപ്പറേ പ്രൗഡായിട്ടൊന്നുമില്ല, ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം അല്ല, ഓഫ് കോഴ്സ്, കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ആ രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാതെ അങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അപ്പുറം അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസിലുള്ള പോലെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഈ ഞാൻ വേറെ കാര്യം, ഞാനിപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അറിയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കോക്ക് ഒരിക്കലും കാശ് മേടിച്ച് റിവ്യൂ ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പം ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അയാൾ പൈസ മേടിച്ച് റിവ്യൂ ചെയ്യില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കോക്കിൻ്റെ അടുത്ത് അശ്വന്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരാൾ പറയണ, നീ ആ സിനിമ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ റിവ്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അശ്വന്ത് റിവ്യൂ ചെയ്യാതിരിക്കുന്ന വളരെ വിശ്വസനീയമായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു തരത്തിൽ പറഞ്ഞ കൈക്കൂലിയല്ലേ? അല്ല, അതെന്താ വെച്ചാൽ ഒന്നാമതായിട്ട് എനിക്ക് അങ്ങനെ സുഹൃത്ത് വരെ ഇല്ല, ഞാനത് കീപ്പ് ചെയ്യാറില്ല, എസ്പെഷ്യലി സിനിമാക്കാരായിട്ട്. ഇങ്ങനെ നടന്നിട്ടില്ലേ? അല്ല, ഞാൻ പറയട്ടെ. അപ്പം ഇങ്ങനെ സുഹൃത്ത് വലം കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അപ്രോച്ചബിൾ അല്ല, ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം എനിക്കറിയാം ഒരാൾ വിളിക്കുമ്പോൾ എന്ത് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒഴിവാക്കി കൊടുക്കുന്നതാണുള്ളത്. അപ്പോൾ ചില ആളുകൾ പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇപ്പം ആത്മഹത്യ ഭീഷണിയൊക്കെ, എനിക്കിനി പിന്നെ എന്താണ് ഈ സിനിമ ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് ഒരാൾ പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, റിയലായി പറയുന്നതായിരിക്കാം. പക്ഷെ എന്നാൽ വലിയ സിനിമയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില സിനിമകൾ കാണുമായിരിക്കും. അതായത് എനിക്ക് തന്നെ കാണാൻ താല്പര്യമില്ല, ഇനി ഇട്ടാൽ തന്നെ എനിക്ക് റീച്ച് ഇല്ലാത്ത, അല്ലെങ്കിൽ ആളുകൾ പോലും ഇറങ്ങിയതും പോയതും അറിയാത്ത സിനിമകളുണ്ടോ ചിലത്, അപൂർവം ചില സിനിമകൾ വളരെ ചെറിയ. അതായത് ഞാൻ സിനിമയെ പൊതുവെ ഒരു 4 തട്ടായിട്ടാണ് കാണുന്നത്. ഏതൊക്കെയാണ് അത് ഇതിന് കഴിഞ്ഞ ശേഷം പറയാം. അപ്പോൾ നിങ്ങൾ ഡിവിയേറ്റ് കൊണ്ടാണ് വെച്ചിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വെച്ചിട്ടാണ്. പക്ഷെ അത് രണ്ടും ഏറെക്കുറെ കൈക്കൂലെന്ന് പറയാൻ പാടില്ല, വേണമല്ലേ? ഇപ്പൊ പരിചയം ഇപ്പം ഞാൻ പേഴ്സണലി അല്ല, അങ്ങനെ ഞാൻ പരിചയം ഉള്ളത് കൊണ്ട് എനിക്ക് പേഴ്സണലി അശ്വന്തിനെ പരിചയമുള്ള ആള് വിളിച്ച് പറഞ്ഞ ഇല്ല സിനിമ ഏതാന്ന് എനിക്കറിയാം. അതായിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പക്ഷെ അതൊരു ആത്മഹത്യ ഭീഷണി കൊണ്ട് മാറ്റിയതല്ല. അത് ഏതാ അവരുടെ സിനിമ അല്ല, ഞാൻ ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞതല്ല. ഓക്കെ, ഞാൻ 1-2-3 സിനിമകൾ അങ്ങനെ ചെയ്തിരുന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ സിനിമകളാണ്. വലിയ സിനിമകൾ എന്തായാലും നമുക്ക് എനിക്ക് തന്നെ കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ
പേരെടുത്ത് പറയുന്നത് ഒമർ ലുലുവിൻ്റെ ആണ്. അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള. പുള്ളി എനിക്ക് ഞാൻ സിനിമ റിവ്യൂസ് ചെയ്യുന്നതിന് മുൻപേ ഞങ്ങൾ ഭയങ്കര close അറിയാം ആണ്. അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ സിനിമ ഞാൻ ചെയ്യാറില്ല. മറ്റ് നിങ്ങൾ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 3 സിനിമകൾ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നാളെ വേറെ ആരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ നാളെ സുമേഷിൻ്റെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും റിവ്യൂ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് 100% നിങ്ങൾ കൈക്കൂലി എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് 100% ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ആത്മഹത്യയോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ലൈഫ് ലോങ് നമ്മൾ പിന്നെ അത് ആത്മഹത്യ ഭീഷണി എന്നല്ല, അവര് തീർന്ന് കഷ്ടം തോന്നി വിടുന്നതാണ്. അത് വലിയ സിനിമയല്ല. 50 കോടി 100 കോടി ഒരാൾ മുടക്കിയിട്ട് ഇത് അയാളോട് ആര് പറഞ്ഞിട്ട് ഇത്രയും മുടക്കാൻ നമുക്ക് ചെറിയ ഇത് ഒരുപാട് സിനിമകൾ ചെയ്യാൻ നഷ്ടം പറ്റി. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള പറയുന്ന സമയത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ 3 സിനിമയാണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുള്ളൂ. സിനിമയുടെ പേര് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. 3 സിനിമ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഇൻസൈഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ. കറക്റ്റായിട്ട് 3 സിനിമ. 3 സിനിമ ചെയ്യേണ്ടതുള്ളൂ. ആ 3 സിനിമയിൽ 2 സിനിമ ഒരു ഡയറക്ടർ സിനിമയാണ്. ഒന്ന് വേറെ, അത് ഡയറക്ടർ നോക്കിയിട്ടല്ല, അത് പ്രൊഡ്യൂസർ. വല്ലാത്ത കഷ്ടം പറഞ്ഞു. പക്ഷെ വലിയ ഭയങ്കര മില്യനേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ് ഒന്നും വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ചെയ്യില്ല. അവർ വെറും ലാഭത്തിന് വേണ്ടിയിട്ട് അവരെങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ചിലത് ജെന്യൂൻ കേസാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഓൾ ഓഫ് ദം വർ സ്മോൾ ഫിലിംസ്. അതായത് ഒഴിവാക്കിയാലും അവർക്കും പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ സിനിമ ആരും കാണാൻ പോകുന്നില്ല, OTT പോലും എടുക്കൂല. ഛേദമില്ലാത്ത ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ എനിക്കൊന്ന് അശ്വന്ത് റിവ്യൂ ചെയ്തപ്പം ആളുകൾ അറിഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരു സിനിമ വന്നു എന്ന് അറിഞ്ഞ സിനിമകൾ ഇപ്പൊ ആൾക്കാർ വിളിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ ചെറിയ സിനിമയുടെ ആൾക്കാരുണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ. അതായത് അവരുടെ സിനിമ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മതി സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു പ്രസ് മീറ്റിങ്ങിന് വിളിക്കാമല്ലോ, ഞങ്ങളെ സിനിമ തകർത്തു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മൈൻഡാക്കി അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു ഗ്രൗണ്ട് ഇല്ല അവർക്ക്. അപ്പോൾ ചില നിർമ്മാതാക്കളും വിളിച്ച് പറയാറുണ്ട്, ഞാൻ വഴിയല്ലെങ്കിലും ഞാൻ കണക്റ്റഡ് ആയിട്ട് ആൾക്കാരുടെ പറയും ഇന്ന സിനിമ കാണുമെന്ന് നിർമ്മാതാവ് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പ്രശ്നമില്ല, നെഗറ്റീവ് പറഞ്ഞാൽ മതി. അപ്പോൾ ചില ആളുകൾക്ക് എന്താ അറിയോ, റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെടും. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? ചില സിനിമ ഇറങ്ങിയാൽ പോയതാരും അറിയുന്നില്ല, പിന്നെ ഇവർക്ക് OTT പോലും കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്കൊന്നുമില്ല, അവർ 0 ആയിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാം, ഏതെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാനെങ്ങനെ എല്ലാ സിനിമയും റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഞാൻ സ്കെയിൽ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും വരുമല്ലോ, അപ്പം നെഗറ്റീവായി കഴിഞ്ഞാലും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അശ്വന്ത് കാശിന് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആളല്ലെന്ന് പറഞ്ഞു. കാരണം അശ്വന്തിന്റെ റിവ്യൂ ഏറ്റവും ഒരു ഓഫ് കോഴ്സ് കാശ് സൈഡാണ്. അതെ. ഞാൻ പറഞ്ഞിപ്പം എല്ലാ സിനിമയും റിവ്യൂ ചെയ്യലും സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അപ്പം മിനിമം അശ്വന്ത് ഒരു ഏറ്റവും ചെറിയതെന്ന് കരുതപ്പെടുന്ന എല്ലാ സിനിമയും അവരുടെ മേക്കേഴ്സ് വലിയ സിനിമകൾ തന്നെയാണ്. അതെ. പക്ഷെ ബട്ട് സ്റ്റിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില സിനിമകൾ റിവ്യൂ ചെയ്താൽ മിനിമം 1-2 ലക്ഷം ഏറ്റവും കുറഞ്ഞ അശ്വന്തിന്റെ ഒരു വീഡിയോ ഓടും. അതിന്റെ റിട്ടൻഷൻ വ്യൂസ് അല്ലേ പറയുന്നത്? അതിന്റെ റിട്ടൻഷൻ അശ്വന്തിന്റെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണക്കാർ. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്, സർക്കാസ്റ്റിക് മൂഡിലുള്ള സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് വരുന്ന റവന്യൂ വലുതായിരിക്കും. റവന്യൂവിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പൈസ സെക്കൻഡറി ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. സെക്കൻഡറി കാരണം ലോങ് റണ്ണിൽ അത് ബാധിക്കും. അത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് സംതിങ് ഉണ്ട്, യുണീക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചവറ് പോലെ $50 $100 വേണ്ടിയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയും പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും ഭയങ്കര പാടല്ലേ, നിങ്ങൾക്കറിയാലോ.